ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ലോക്കിൽ നമ്മൾ ഇതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ മിറർ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതുപോലെ തുറന്നു വരും. അതുപോലെ തന്നെ നമ്മൾ സെൻട്രൽ ലോക്കിൽ ക്ലോസ് ചെയ്യുമ്പോൾ മിറർ ഇതുപോലെ തന്നെ ക്ലോസ് ആയി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു cartechsr മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സെക്കൻഡ് ഓപ്ഷൻ VXI കമ്പനി പറയുന്ന ഒരു വേരിയൻറ്റ് നമ്മുടെ ബ്രസയിലേക്ക് കുറച്ച് ആക്സസറീസുകൾ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളായി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു മിറർ ക്ലോസർ, ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ മിറർ രണ്ടും ക്ലോസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഈ ബ്രസയ്ക്കുണ്ട്. അപ്പോൾ നമ്മളതിലൊരു അഡീഷണൽ ഒരു സ്വിച്ചിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്ത് റിമോട്ടിലേക്ക് നമ്മളിതിൻ്റെ ഫംഗ്ഷൻ നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. കൂടാതെ കമ്പനി വരുന്ന ഒറിജിനൽ ടൈപ്പ് ഫോഗ് ലാമ്പ് നമ്മൾ ഈ വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ബാക്കിലെ ബമ്പർമ വരുന്ന ഒരു റിഫ്ലാക്ടർ ഉണ്ട്. ആ റിഫ്ലാക്ടർ നമ്മൾ ചേഞ്ച് ചെയ്ത് അതിന് പകരം നല്ല ഒരു മെട്രിക്സ് LED ലൈറ്റ് നമ്മൾ അതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു ഫുഡ് സ്റ്റെപ്പ് LED നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തു. പാർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഉപകാരമുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത്. കാരണം പലപ്പോഴും നമുക്ക് ഈ മിറർ ക്ലോസ് ചെയ്ത് വെച്ച് പോകേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ നമ്മൾ സെൻട്രൽ ലോക്കിൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ മിറർ നമുക്ക് ക്ലോസ് ആയി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ വരുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ വെൽക്കം ചെയ്യുന്ന പോലെ നമുക്കിത് മിറർ ഓപ്പണായിട്ടും വരും. അതൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ചെയ്തിരിക്കുന്ന ഈ ഒരു യൂണിറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് നമുക്ക് മാരുതിയുടെ എല്ലാ വണ്ടികളിലും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. സ്വിച്ചുള്ള ടൈപ്പ് നമുക്ക് മിറർ ക്ലോസർ ഉള്ള വണ്ടികളിലാണ് നമ്മളിത് കൂടുതലും നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുക. കൂടാതെ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഒരു ബ്രസ എന്നെഴുതിയ മോഡലിൽ ഒരു ഫുഡ് സ്റ്റെപ്പ് ലൈറ്റ് നമ്മൾ ഈ വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 4 ഡോറിലും ഇതുപോലെ നമുക്ക് വരും കേട്ടോ. ഫ്രണ്ടിലേക്ക് വലുതും ബാക്കിലേക്ക് ഇതുപോലെ ചെറിയൊരു ഐറ്റം തന്നെയാണ് വരിക. ഇത് 2 സൈഡിലും നമ്മുടെ ഇത് ഫിറ്റിംഗ് കഴിഞ്ഞു. അതുപോലെ തന്നെ 4 ഡോറിലും നമുക്ക് ഈ ഒരു ഫംഗ്ഷനാണ് നമുക്ക് വരുന്നത്. കൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്നത് ബാക്കിൽ വരുന്ന ഒരു റിഫ്ലാക്ടർ ഉണ്ട് ബ്രസയ്ക്ക്. ആ റിഫ്ലാക്ടർ നമ്മൾ ഊരി മാറ്റി അതിന് പകരം നല്ല അടിപൊളി ഒരു LED ലൈറ്റാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മെട്രിക്സ് LED ലൈറ്റാണ്. കൂടാതെ നമ്മളിതിലേക്ക് പിടിപ്പിച്ചിരിക്കുന്നത് കമ്പനി വരുന്ന ഒറിജിനൽ ടൈപ്പ് ഫോഗ് ലാമ്പ്, LED ടൈപ്പ് ഫോഗ് ലാമ്പാണ് നമ്മളതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ LED ഫോഗ് ലാമ്പ്. ഹൈ പവർ LED ലൈറ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിലെ മെട്രിക്സ് LED എന്ന് പറയുന്നത് കേട്ടോ. ഇതുപോലെ നമുക്ക് വർക്ക് ചെയ്യും. ബ്രസയുടെ 2 സൈഡിലും നമുക്കിത് ഇതുപോലെ വരുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലെയും നമുക്ക് ബൾബുകൾ ഇതുപോലെ നമുക്ക് വർക്ക് ചെയ്യും. കാഴ്ചയ്ക്ക് നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ മെട്രിക്സ് LED ലൈറ്റ്. കൂടാതെ നമ്മൾ ഒരുവിധം ആക്സസറീസുകളെല്ലാം നമ്മൾ ഈ വണ്ടിയിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാഴ്ചയ്ക്ക് നല്ലൊരു അടിപൊളി ലുക്കാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ വണ്ടി. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. വിൻഡോ ഗാർണിഷ് ലോവർ, അതുപോലെ തന്നെ റൂഫ് റെയിൽ, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഇതെല്ലാം നമ്മൾ ഈ വണ്ടിയിലേക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഹോണും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹോണെന്ന് പറഞ്ഞാൽ ഒരു ബെൻസ് ടൈപ്പ് ഹോണും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കൂടാതെ നമ്മളിതിൽ ഹെഡ്ലൈറ്റിൽ വരുന്ന പാർക്ക് LED നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് പകരം വൈറ്റ് LED ആക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റ് 150 വാട്ട്സിൻ്റെ ഹൈ പവർ LED ആണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. സാധാരണ അതിൽ വരുന്ന ബൾബുകളെല്ലാം ലോ വോൾട്ടേജ് ബൾബാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മാറ്റി 150 വാട്ട്സിൻ്റെ LED ലൈറ്റാണ് നമ്മൾ ഇന്ന് ബ്രസയിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്.